ഇംഗ്ലണ്ടുമായി നടന്ന പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റിൽ അവിശ്വസനീയമായ പരാജയമായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത്. 193 റൺസ് എന്ന വിജയലക്ഷ്യം ഒരിക്കലും ഇന്ത്യൻ ബാറ്റർമാർക്ക് ഒരു ബാലികേറാ മലയായിരുന്നില്ല. എന്നിട്ടും നാലാം ഇന്നിംഗ്സിൽ 170 റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി. ഇതോടെ 22 റൺസിന്റെ പരാജയമായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ഉത്തരവാദിത്ത ബോധമില്ലാതെ ബാറ്റ് വീശിയ മുൻനിര ബാറ്റർമാരായിരുന്നു ഇന്ത്യൻ പരാജയത്തിന് കാരണമെന്ന് നിസ്സംശയം പറയാം. വാലറ്റത്ത് ഇന്ത്യൻ ബോളർമാർ പുറത്തെടുത്ത പോരാട്ട വീര്യം പോലും ഇന്ത്യൻ മുൻനിര ബാറ്റർമാർ കാഴ്ചവെച്ചില്ല. അനാവശ്യ ഷോട്ട് കളിച്ച് 0-നായിരുന്നു യശസ്വി ജയ്സ്വാൾ പുറത്തായത്. 39 റൺസ് നേടിയ KL രാഹുലിന് അത് വലിയൊരു ഇന്നിംഗ്സാക്കി മാറ്റാനായില്ല. വൺ ഡൌണായി എത്തിയ കരുൺ നായറും 14 റൺസുമായി മടങ്ങി. 6 റൺസിന് പുറത്തായ ശുഭമാൻ ഗില്ലിനും നായകന്റെ ഉത്തരവാദിത്തം ഭംഗിയാക്കാനായില്ല. നൈറ്റ് വാച്ച്മാനായി എത്തിയ ആകാശ് ദീപായിരുന്നു അടുത്തതായി പുറത്തായത്. പിന്നാലെ ടെസ്റ്റിന്റെ അവസാന ദിനമായ ഇന്നലെ ഋഷഭ് പന്ത്, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരും കാര്യമായ പ്രകടനം പുറത്തെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഒരു വശത്ത് രവീന്ദ്ര ജഡേജ നിലയുറപ്പിച്ചുവെങ്കിലും മറ്റാരും തന്നെ പിന്തുണ നൽകാതിരുന്നതാണ് ഇന്ത്യൻ പരാജയത്തിന് കാരണമായത്. വാലറ്റത്ത് 54 പന്തിൽ 5 റൺസുമായി പ്രതിരോധം തീർത്ത ബുംറ ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ അനാവശ്യമായ ഷോട്ട് കളിച്ചാണ് ബുംറയും മടങ്ങിയതെന്ന് പറയേണ്ടി വരും. പിന്നാലെ വന്ന മുഹമ്മദ് സിറാജും ഒരു നമ്പർ 11 ബാറ്റ്സ്മാന്റെ കടമ ഭംഗിയാക്കി. 30 പന്തുകളാണ് സിറാജും നേരിട്ടത്. എന്നാൽ മണിക്കൂറുകളായി ബാറ്റ് ചെയ്യുന്ന ജഡേജ നോക്കി നിൽക്കെ ഇന്ത്യയുടെ 10ാമത്തെ വിക്കറ്റും വീഴുകയും ഇന്ത്യ പരാജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഷൊയബ് ബാഷറിന്റെ കുത്തിത്തിരിഞ്ഞു വന്ന പന്ത് ഡിഫെൻഡ് ചെയ്ത സിറാജിന് തെറ്റുപറ്റി. പന്ത് കറങ്ങിത്തിരിഞ്ഞ് സ്റ്റംപിൽ വന്നു കയറുകയും 10ാമത്തെ വിക്കറ്റായി സിറാജ് ബോൾഡ് ആവുകയും ചെയ്തു. കളി ലൈവായി കണ്ട ക്രിക്കറ്റ് ആരാധകർക്ക് പോലും ഈ വിക്കറ്റ് വിശ്വസിക്കാനായില്ല. അവിശ്വസനീയതയോടെ മുഹമ്മദ് സിറാജും തല കുനിച്ചു നിന്നു. മറുവശത്ത് ഒന്നും ചെയ്യാനില്ലാതെ ശൂന്യാകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ജഡേജയുടെ ചിത്രം ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല. വളരെ മികച്ചൊരു പോരാട്ടമായിരുന്നു ഇന്നലെ ജഡേജ പുറത്തെടുത്തത്. 181 പന്തിൽ പുറത്താവാതെ 61 റൺസായിരുന്നു ജഡേജ നേടിയത്. ജഡേജയുടെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മികച്ച ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇന്നലത്തേത് എന്ന് നിസ്സംശയം പറയാം. 4 ബൗണ്ടറിയും 1 സിക്സറും താരം അടിച്ചെടുത്തിരുന്നു. ഈ ഇന്നിംഗ്സിനിടയിൽ ഇംഗ്ലണ്ട് താരങ്ങളുടെ പല സ്ലഡ്ജിങ്ങും താരം അതിജീവിച്ചു. റണ്ണിങ്ങിനിടയിൽ ബ്രൈഡൻ കാർട്സ് ഒരിക്കൽ താരത്തെ പിടിച്ചു നിർത്തുക പോലും ചെയ്തു. എന്നാൽ അതിലൊന്നും വീഴാതെ ജഡേജ മനോഹരമായാണ് ബാറ്റ് വീശിയത്. തികച്ചും ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഒരു ഒറ്റയാനായിരുന്നു ജഡേജ എന്ന് പറയാം. മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തുവെങ്കിലും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ ജഡേജയ്ക്കുമായില്ല. 22 റൺസിന് ഇന്ത്യ പുറത്താകുമ്പോൾ ഇംഗ്ലണ്ട് 2-1 പരമ്പരയിൽ ലീഡും നേടിക്കഴിഞ്ഞു. തലകുനിച്ചു മടങ്ങുന്ന ജഡേജയുടെ ചിത്രം ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വേദന തന്നെയായിരുന്നു. ഇംഗ്ലണ്ട് നിരയിൽ 3 വിക്കറ്റുകൾ വീതം നേടിയ ബെൻ സ്റ്റോക്സ്, ജോഫ്ര ആർച്ചർ എന്നിവർ തിളങ്ങി. ബ്രൈഡൻ കാർട്സ് 2 വിക്കറ്റും ക്രിസ് വോക്സ്, ഷൊയബ് ബഷീർ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി.